ഇവിടെ നിന്ന് കിട്ടിയില്ലേ ഒരു മൃതദേഹം? ഇവിടുന്ന് ഒരു ഒന്ന കിട്ടിയത് ഒരു കോടി കുടിക്കടവിന്ന് ഒരു പെണ്ണിന് കിട്ടി. തലച്ചോറില്ലേ പിന്നെ ഇവിടുന്ന് ഒരു കയ്യിന്റെ വാവ് കിട്ടി. സ്ലൈറ്റുകളൊക്കെ ഒലിച്ചു പോകുന്നുണ്ടല്ലേ? അതൊക്കെ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന സ്ലൈറ്റുകൾ ആ ഉരുൾപൊട്ടിയ സ്ഥലത്ത് നിന്ന് ഇങ്ങനെ ഒലിച്ചു വരുന്നു. ഇത്ര ജീവനുകളായി പുഴയിൽ കൂടെ ഒലിച്ചിറങ്ങി വന്നത്. ഇവിടുന്നൊക്കെ മൃതദേഹങ്ങൾ കിട്ടിയ സ്ഥലങ്ങളാണ് ഇതൊക്കെ. ഓരോ തടിക്കഷ്ണങ്ങളൊക്കെ ഇങ്ങനെ ഒഴുകി വരുന്നുകൊണ്ടിരിക്കുകയാണ്. ഉരുൾപൊട്ടിയ സ്ഥലത്തു നിന്ന് വന്നുകൊണ്ടിരിക്കുന്ന തടിക്കഷ്ണങ്ങളൊക്കെയാണ്. ആ ഭാഗത്തുനിന്ന് കിട്ടിയ ഒരു ബോഡിക്ക് തലച്ചോറൊന്നും ഇല്ല എന്നാണ് പറയുന്നത്. നെറ്റിൻ്റെ മുകളിലേക്ക് പൊട്ടിപ്പോയേക്കുക. ഈ ഭാഗത്തുനിന്നൊരു കയ്യും കണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ പോലീസുകാരൊക്കെ എടുത്തു പോയി. ഇവിടെ മൃതദേഹങ്ങൾ ഒഴുകി വന്ന് പുഴയാണ്. അപ്പോൾ അതിൽ ഇതാ ഒരു വലിയൊരു മരം ഒഴുകി വന്നുകൊണ്ട് വലിയൊരു തടിയാണിത്. നേരിട്ട് കാണുമ്പോഴേ അതിൻ്റെ വലിപ്പം മനസ്സിലാവുള്ളൂ. എത്രത്തോളം അതിൻ്റെ വലിപ്പം. വേറെയും വരുന്നുണ്ട്. കുറച്ച് മുന്നേ പോയി, 3-4 തടി പോയി. പഴയ പാലാണല്ലേ അത്? പഴയ പാലത്തിൻ്റെ അവശിഷ്ടമാണ്. കമ്പിയൊക്കെ പൊട്ടിച്ചിട്ടുണ്ട്. അതിന്റെ ഓരോ ഇതാണ് കേട്ടോ. പഴയ പാലത്തിൻ്റെ അവശിഷ്ടമാണ് ഒക്കെ കഴിഞ്ഞ പ്രളയത്തിൽ ഒലിച്ചു പോയത്. ഇവിടെ നിന്ന് കിട്ടിയില്ലേ ഒരു മൃതദേഹം? ഇവിടുന്ന് ഒന്ന കിട്ടിയത് ഒരു കോടി. കുടിക്കടവിന്ന് ഒരു പെണ്ണിന് കിട്ടി. തലച്ചോറില്ലേ പിന്നെ ഇവിടുന്ന് ഒരു കയ്യിന്റെ വാവ് കിട്ടി. അതും ഒലിച്ചു വരുമ്പോ അവിടെ ഇവിടെയൊക്കെ അവിടെ കല്ലുമലൊക്കെ തട്ടി പൊട്ടിയതായിരിക്കും തലച്ചോറൊക്കെ പോയതേ. ഇങ്ങനെ നോക്കിയാൽ കാണും. ഈ സൈഡിൽ കൂടെ തന്നെ
രണ്ട് സൈഡിൽ നേരെ തങ്ങി നിൽക്കണൊക്കെ അല്ലാതെ ഒലിച്ചു തന്നെ കിട്ടൂല. അതാണ് അവിടെ പാലട്ടൊക്കെ. അല്ല അവിടെ അയിക്കൂടെ പോരൂല. അവിടെ ഈ കുണ്ടേരി അപ്പങ്കാവ് കയറും. അവിടെ ഉണ്ട് നിരന്നൊക്കെയാണ് ആൾക്കാർ. ഫോറസ്റ്റുകാരും പോലീസും ഒരുപാട് ജനങ്ങളുണ്ട്. എന്താ അവിടുന്ന് കിട്ടണമുണ്ട്. 2-3 കിട്ടിയിരിക്കും. അപ്പമലേ എവിടെ സ്ഥലം? അപ്പങ്കാവോ? വാലത്തവ് അല്ലേ? അത് മുണ്ടേരി ഫാമിന്റെ അക്കരെ കൂടെ പോയി.